ഡിവോഴ്സ് ആയവരെയും ഹസ്ബൻഡ് ഉപേക്ഷിച്ചവരെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ ഈ സമൂഹത്തിൽ അവർക്കൊന്നിനും അധികാരമില്ല, നാട്ടുകാരുടെ മുന്നിലും അവർക്കൊന്നിനും അവകാശമില്ല. ഫസ്റ്റ് വൺ, ഒന്നധിക നേരം ഫോൺ യൂസ് ചെയ്താൽ, ഇല്ലെങ്കിൽ പുറത്തുകൂടെ പോകുമ്പോൾ, നമ്മളൊന്ന് വേറെ എങ്ങോട്ടെങ്കിലും പുറത്തുകൂടെ പോകുമ്പോൾ അധികം നേരം ഫോൺ ചെവിയിൽ വെച്ചാൽ, അവൾക്ക് വേറെ ആരെ സെറ്റായിട്ടുണ്ട് കേട്ടോ, അവൾ കണ്ടില്ലേ അവളുടെ പോക്ക് ശരിയല്ല. അതാണ് നാട്ടുകാരുടെയും മറ്റുള്ള ആൾക്കാർ പരക്ക സംസാരം. രണ്ട്, അവളൊന്ന് മോഡലായിട്ട് ഡ്രസ്സ് ചെയ്യാൻ പാടില്ല, അറ്റ്ലീസ്റ്റ് കുറച്ച് ലിപ്സ്റ്റിക്ക് കൂടുതൽ ഇടാൻ പാടില്ല. അപ്പോൾ അവളുടെ ഡ്രസ്സും വേഷമെല്ലാം കണ്ടില്ലേ, എന്തോ വേറെ എന്തോ ആണ് സംഭവം, വെറുതെ അല്ല കെട്ടിയവൻ ഉപേക്ഷിച്ചത്. പിന്നെ ഒന്നധിക നേരം ഫോണിൽ നോക്കാനോ അറ്റ്ലീസ്റ്റ് പുറത്തു കൂടെ പോകുമ്പോൾ ഒന്ന് ഫോൺ ചെവിയിൽ വെക്കാനോ പേടിക്കും ഇപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾ. വേറെ ഒന്നും കൊണ്ടല്ല, ഈ നാട്ടുകാരെ സംസാരം കേൾക്കണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. പിന്നെയാണെങ്കിലോ ലോങ് ആയിട്ട് എവിടെയും പോകാൻ പാടില്ല, പോയാൽ അവൾ വേറെ ആരെയോ കാണാൻ പോയിരിക്കുന്നതാണ്. എന്തായാലും ഈ ചിന്താഗതി മാറേണ്ട സമയം എന്നോ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവർക്കും മനസ്സുണ്ട്, അവർക്കും. നിങ്ങളെന്താ വിചാരിക്കുന്നത്, ഹസ്ബൻഡ് ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ഡിവോഴ്സ് ആയി എന്ന് വെച്ചാൽ ഒരു റൂമിൻ്റെ ഒരു സൈഡിൽ കരഞ്ഞ് തളർന്ന് വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഇരിക്കണമെന്നോ? ആ സമയമെല്ലാം എന്നോ കഴിഞ്ഞു. അവർക്കും മനസ്സുണ്ട്, അവർക്കും ജീവിക്കണം, അവർക്കും ഇനി അവരൊറ്റയ്ക്കാണ്, ഇനി അങ്ങോട്ടേക്ക് അവരെന്ത് എന്നുള്ള ചോദ്യത്തിൽ നിന്ന് അവർക്കും മാറി ചിന്തിക്കണം. നാട്ടുകാർ പലതും പറയും, നമ്മളെ കാണുന്നവർ നമ്മളെക്കുറിച്ച് പലതും പറയും. പക്ഷെ ആ സമയത്തെല്ലാം തളരാൻ നിന്നാൽ നമ്മൾ തളർന്നു പോവുള്ളൂ. നമുക്ക് നമ്മളോട് മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി നമ്മൾ ആരാണ്, നമ്മൾ എങ്ങനെയാണ്, നമ്മൾ എന്താണ് എന്നുള്ളത്. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യം ഇന്നത്തെ കാലത്തില്ല. ഇന്നത്തെ കാലത്ത് നിന്നല്ല, നമ്മുടെ കാര്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. നമ്മൾ പണിയെടുത്താലേ നമുക്കുള്ളൂ, ആരും നമ്മളെ സഹായിക്കില്ല. കാശുള്ളവനെ ഇന്നത്തെ കാലത്ത് വിലയുള്ളൂ, കാശില്ലാത്തവന് ഇന്നത്തെ കാലത്ത് ഒരു വിലയില്ല. സമൂഹത്തിൻ്റെ മുന്നിലായാലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മുന്നിലായാലും ബന്ധുക്കാരുടെ മുന്നിലായാലും ആരുടെ മുന്നിലായാലും കാശുള്ളവനെ വിലയുള്ളൂ. നമുക്കും ജോലി എടുക്കണം, നമുക്കും നമ്മളെ മക്കളെ വളർത്തണം, എല്ലാം ചെയ്യണം. മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു കരുതി നമ്മൾ വിഷമിച്ചിരുന്നാൽ നമുക്കൊരിക്കലും മുന്നോട്ട് വരാൻ കഴിയില്ല. പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, അത് തിരുത്താൻ നമ്മളെ കൊണ്ട് ഒരിക്കലും കഴിയില്ല. കാരണം അവരുടെ സ്വഭാവം അങ്ങനെയാണ്, അവരതാണ് ശീലിച്ചിരിക്കുന്നത്. അവർ നമ്മളെ കുറ്റം പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരത് അവസാനം വരെയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല. നമ്മളൊന്ന് തിരിഞ്ഞ, അല്ലെങ്കിൽ നമ്മൾ ഒരു നല്ല ഡ്രസ്സ് ഇട്ടാൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ് ഫോൺ, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ആവശ്യത്തിനായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ആ സംസാരം കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർ പറയും, അവൾക്ക് വേറെ എന്തോ ഉണ്ട് കേട്ടോ, നമ്മുടെ അടുത്ത് ചിരിച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് അവളില്ലേ 24 മണിക്കൂറും ഫോണാണ്, അങ്ങനെ പറയും. അതെല്ലാം കേട്ടോണ്ടിരുന്ന നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. ഈ പറയുന്നത് അവരുടെ സ്വഭാവം, അവരുടെ കൾച്ചർ അങ്ങനെയാണെന്ന് വെച്ച് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിടുക. നമ്മളെന്താണെന്ന് നമുക്ക് മാത്രം അറിഞ്ഞാൽ മതി, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. മറ്റുള്ളവരെ മാറ്റാൻ നമുക്ക് കഴിയില്ല, പക്ഷെ നമുക്ക് നമ്മളെ മാറ്റാൻ കഴിയും. അപ്പം നമ്മൾ നമ്മളെ മാറ്റുക, അതായത് മറ്റുള്ളവരെ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്താഗതി മാറ്റുക. അവരെ മാറ്റാൻ എന്തായാലും നമുക്ക് കഴിയില്ല, അപ്പം നമ്മളെ നമ്മൾ മാറ്റുക.